ബൾട്ടി ഇന്ന് തിയേറ്ററിൽ പോയി കണ്ട ഒരു ഉഷാറ് പടം, അല്ലെങ്കിൽ അടിപൊളി പടം. അടിക്കടി ഇടിക്കിടി റൊമാൻസ് എല്ലാ പരിപാടീസും ഉള്ള ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ ഫ്ലിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സിനിമയ്ക്കകത്തൂടെ കണ്ടിട്ടുള്ള സ്റ്റോറി ലൈൻസിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മേക്കിങ്ങും ഉണ്ട്, ആക്ഷൻ സീക്വൻസസും ഉണ്ട്, പിന്നെ സായി അഭയങ്കറിൻ്റെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കൊണ്ടൊക്കെ ഈ ഒരു സിനിമ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റി. എവിടെ ലാഗ് അടിപ്പിക്കുന്നില്ല, എവിടെയും ഡ്രാഗ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. തൊട്ട് അവസാനം വരെ ഒരു പോക്കാണ്. ഇടയ്ക്ക് പൊടിക്ക് കുറച്ച് റൊമാൻറ്റിക് സീൻസും ഉണ്ട്. അപ്പം സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണി ശിവലിംഗമാണ്. ഇദ്ദേഹം ആസ് എ ഡയറക്ടർ ആദ്യമായിട്ട് എടുക്കുന്ന മൂവിയാണെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് അദ്ദേഹം അർച്ചന 31 നോട്ട് ഔട്ടിനകത്ത് എന്തോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കാണുന്ന എവിടെയും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ് പരിപാടി ചെയ്തേക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. നല്ല പണി അറിയാവുന്നവൻ എടുത്തു വെച്ചേക്കുന്ന സിനിമയാണെന്ന് ഇത് കാണുമ്പോഴത്തേനും തോന്നത്തുള്ളൂ. ഷെയ്ൻ നിഗം, ശന്തനു ഭാഗ്യരാജ്, സെൽവരാഘവൻ, അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, അൽഫോൺസ് പുത്രൻ, ഇവരൊക്കെയാണ് മെയിൻ റോളിൽ വന്നിട്ടുള്ളത്. അപ്പം സിനിമയുടെ സ്റ്റോറി ലൈൻ നടക്കുന്നത് തമിഴ്നാട് അതുപോലെ തന്നെ കേരള ബോർഡറിലാണ്, അല്ലെങ്കിൽ ആ ഒരു അതിർത്തി പ്രദേശത്തുള്ള ഒരു ചെറിയ സ്ഥലത്താണ്. അവിടെ ഒരു കോളനിയുണ്ട്. ഈ കോളനിയിലാണ് നമ്മുടെ ഷെയ്ൻ നിഗവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 3 ഫ്രണ്ട്സും താമസിക്കുന്നത്. അപ്പോൾ ഇവർ അല്ലറ ചില്ലറ വള്ളി കേസുകളും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്, അടിപിടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അവർ കബഡി പ്ലെയേഴ്സാണ്. അപ്പോൾ അവർ കബഡി കളിക്കാനൊക്കെ ഒരുപാട് പോകും. അപ്പം നമ്മുടെ വേറെ കുറച്ച് കൂട്ടരെന്ന് പറയുന്നത് സെൽവരാഘവൻ, അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, പിന്നെ അൽഫോൺസ് പുത്രൻ, ഇവർ 3 പേരും ആ ഒരു സിറ്റിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിൽ തന്നെയുള്ള 3 ഗാങ്സ്റ്റേഴ്സാണ്. ഈ വട്ടിപ്പലിശയും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള ക്രൈംസ് ഉണ്ട്. അപ്പോൾ ഈ 3 പേർക്കും ഇടയിലൊരു റൈവലറി ഉണ്ട്. ആ ഒരു മൊത്തത്തിലുള്ള ബോർഡറും പരിപാടിയൊക്കെ പിടിച്ചടക്കുന്നതിൻ്റെ ഒരു റൈവലറി ഈ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തന്നെ സെൽവരാഘവൻ്റെ ക്യാരക്ടറിനും അൽഫോൺസ് പുത്രൻ്റെ ക്യാരക്ടറിനും ഇടയിലുണ്ട്. ഇവരുടെ ഈ ഒരു റൈവലറിക്കിടയിലേക്ക് വന്ന് നമ്മുടെ ഈ ഒരു 4 പേര് അല്ലെങ്കിൽ 4 അംഗം ഫ്രണ്ട്സ് ഗ്രൂപ്പ് വന്ന് പെടുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പം സിനിമയ്ക്കകത്ത് ഒട്ടനീളം ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ട്. ഇപ്പം കബഡി പ്ലെയേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കബഡി സീക്വൻസസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് വേറെ കുറേയധികം ഫൈറ്റ് സീക്വൻസ്, പല ലൊക്കേഷൻസിലായിട്ടുള്ള ഗംഭീര ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ നടക്കുന്ന ഒരു അടിയുണ്ട്, അതുപോലെ തന്നെ ഒരു ലോഡ്ജിനകത്ത് നടക്കുന്ന അടിയുണ്ട്. ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട്, അതായത് ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് പറയുന്നത് ഭയങ്കര കിടുവാണ്. ആരാ സംഭവം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആക്ഷൻ കൊറിയോഗ്രഫി കാണാൻ, അതായത് ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിക്ക് ഒരു ആക്ഷൻ സ്റ്റൈലുണ്ട്. അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ സായി അഭയങ്കറിൻ്റെ മ്യൂസിക്കും വളരെ നൈസായിരുന്നു. വേറെ ലെവൽ അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നൈസായിട്ട്, അതായത് ഓരോ സീനിനും വളരെയധികം ആപ്റ്റ് ആവുന്ന രീതിക്കുള്ള കുറച്ച് നല്ല മ്യൂസിക് സ്കോർസും പടത്തിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇടയ്ക്കിടയ്ക്ക് ഈ ബൾട്ടി എന്നും പറഞ്ഞിട്ടൊരു സാധനം ഇങ്ങനെ തന്നെയും പിന്നെ കണ്ട് നടിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നിയായിരുന്നു. ബാക്കിയൊക്കെ നൈസായിരുന്നു, ഓക്കെ ടേക്ക് ആയിരുന്നു. അതുപോലെ സിനിമയ്ക്കകത്തെ പെർഫോമൻസുകൾ, ഷെയ്ൻ നിഗം ആ ഒരു ക്യാരക്ടറിന്, ഉദയൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെയാണ് ഷെയ്ൻ നിഗം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഉണ്ണി ശിവലിംഗം തൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഗംഭീരമായിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു എക്സ്ട്രാ ഓർഡിനറി മൂവി, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗാങ്സ്റ്റർ ഫ്ലിക്ക് സംഭവമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം സിനിമ ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ ഫ്ലിക്കാണ്. നിങ്ങൾക്ക് ഇത് ഞാൻ ഒരുപാട് സിനിമയ്ക്കകത്തൂടെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളൊരു രീതിക്ക് തോന്നാനും ചാൻസ് ഉണ്ട്. ബട്ട് ഒരു ലാഗോ പരിപാടിയോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്കൊരു ആക്ഷൻ മൂവി, അത്യാവശ്യം നല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ളൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ബൾട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ നൈസായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയത്. ഈ അടുത്ത് തിയേറ്ററിൽ പോയി കണ്ട ഒരു നല്ലൊരു ആക്ഷൻ മൂവി തന്നെയാണ് ഈ ഒരു ബൾട്ടി.